ഗൈസ് ഇന്നൊരു ഞണ്ട് പിടിക്കാൻ പോകുന്നൊരു വ്ളോഗാണ്. ഞണ്ട് പിടിക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരും ഒപ്പം ഫാമിലിയും ഉണ്ട്, ചെറിയ 2 പിള്ളേരും. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് കൂട്ടുകാരും ഒപ്പമായിട്ട് നമുക്ക് ഞണ്ട് പിടിക്കാൻ പോകാം. മഴയായതുകൊണ്ട് പിള്ളേരൊക്കെ കുടയൊക്കെ എടുത്തിട്ടാണ് ഞണ്ട് പിടിക്കാൻ പോകുന്നത്. ജാക്കറ്റും ഒക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഞണ്ട് പിടിക്കാൻ പോകാം. പുതുമഴ പെയ്തതോടെ തോടിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പുറം നമ്മൾ ആദ്യം പിടിച്ച കുറച്ച് ഞണ്ടിനെ ഇപ്പോൾ കാണിച്ചു തരാം. അത്യാവശ്യം കിട്ടുന്നുണ്ട്, ചെറുത് വലുതായിട്ടുള്ള രീതിയിൽ കുറച്ചായി കിട്ടി വരുന്നുണ്ട്. വെള്ളം കാണുമ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കുകയാണ്. അതിൻ്റെ ഒപ്പം പിള്ളേർക്ക് ഞണ്ടിനെ തൊടണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനത് പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പിള്ളേർക്ക് നല്ല ആവേശമുണ്ട്. ഞണ്ടിനെ ആദ്യമായിട്ട് തൊടുന്നുള്ള ആവേശം അവർക്കറിയില്ലല്ലോ, കടി കെട്ടുന്നത്. അതുകൊണ്ട് അതിനെ മുറുക്കെ പിടിച്ചാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പിള്ളേരത് തൊട്ട് ആസ്വദിക്കുകയുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു തോടാണ് നമ്മളെ ഞണ്ട് പിടിക്കാൻ പോകുന്ന ആ ഭാഗത്തിൽ. കണ്ടിട്ട് നല്ല രസം തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ എങ്ങനെ ഞണ്ട് പിടിക്കുന്നത് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ കോഴിയുടെ വേസ്റ്റ് എടുത്ത് ഇങ്ങനെ ഒരു കയറ് കെട്ടി നേരെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു പോകും. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഇട്ടിട്ട് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും. അപ്പോൾ ഞണ്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കാടുള്ള ഏരിയയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം ഇങ്ങനെ കാടുള്ള ഏരിയയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ട് പോകും. അങ്ങനെ ജസ്റ്റ് വന്ന് നോക്കുമ്പം അവിടെ ഞണ്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മെല്ലെ പൊക്കിയെടുക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഞണ്ടൊന്നും കിട്ടിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കൂട്ടുകാരൻ ജസ്റ്റ് അപ്പുറത്തുനിന്നൊക്കെ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പുറം ഞണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ഞണ്ടിനെ പിടിച്ച് ഓരോന്നോരോന്നെ കൊണ്ട് ഒരു ഞണ്ട് കിട്ടി അത് ജസ്റ്റ് എടുത്ത് വരികയാണ്. ഇനി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ഞണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് പൊന്തിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് ഞണ്ടിനെ എടുത്ത് വരുന്നൊരു കാഴ്ചയാണിത്. നമുക്ക് ടോട്ടൽ ഞണ്ട് എത്ര കിട്ടിയതാണ്, കുറച്ച് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറുതും വലുതുമായിട്ടുള്ള ഞണ്ടൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ശരിയാക്കി ലാസ്റ്റ് നൈറ്റ് സപ്പറാക്കാനാണ് ഇനി അടുത്ത പരിപാടി. അത്യാവശ്യം ഞണ്ടൊക്കെ ഉണ്ട്. ഇനി ജസ്റ്റ് ഞണ്ടൊക്കെ ഞങ്ങൾ നല്ലപോലെ വൃത്തിയാക്കി സെറ്റാക്കി ഇനി ജസ്റ്റ് കുക്ക് ചെയ്യുന്ന സീൻസാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കുക്കിംഗ് ഒക്കെ. അപ്പോൾ നമ്മുടെ ഫ്ലോ ഷോപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ രീതിയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം ഞങ്ങൾ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഞങ്ങൾ എയർ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കറണ്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് കഴിക്കുന്ന സീൻസാണ് ബാക്കിയുള്ളത്. ജസ്റ്റ് മയോണൈസും ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഭാഗ്യത്തിന് കറണ്ട് പോകുന്ന മുമ്പ് ഞങ്ങളത് സെറ്റ് ചെയ്തു. ഇനി എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ വൈബ് വേറെ തന്നെയാണ്. ജസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഇല കാലിയാക്കിയ സീനാണ്. അപ്പോൾ ബായ്.